എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളെ സ്മാർട്ട് വാച്ച്. ഈ വാച്ചാണ് അപ്പോൾ അതിന്റെ ഒരു അൺബോക്സ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. It's like a family tree, part of you and part of me. And if we should separate, go your own way, I won't wait. Bring the funk back. അപ്പോൾ ഇതിന്റെ പേരെന്ന് വെച്ചാൽ അമോലെഡ് TK12 മിനി സ്മാർട്ട് വാച്ച് എന്നാണ്. അതിനൊക്കെ വയർലെസ് ചാർജറാണ് ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. സൂപ്പറായിട്ട് മനോഹരമായിട്ടുള്ള പാക്കിംഗ് തന്നെ കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കമ്പനി കൊടുത്തിട്ടുണ്ട്. 3 ലെതർ നമ്മൾ കമ്പനി തരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. വാച്ച് ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അടിപൊളിയായിട്ട് വാച്ചിന് 2 ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് യൂസർ മാനുവൽ ബുക്ക് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഈ വാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അത് കണക്കിന് ഇതിൽ നിങ്ങൾ ഇവിടെ കാണാൻ ഒരു ആപ്പ് ഉണ്ട്. ഈ ഇവിടെ നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കേസെല്ലാം മൊബൈലിൽ തന്നെ ഇത് കൺട്രോൾ ചെയ്യാം. അതിനുശേഷം ഇതാണ് ഇതിന്റെ ചാർജർ, വയർലെസ് ചാർജറാണിത്. ഇത് നമുക്ക് നമ്മളെ മൊബൈലിന്റെ അഡാപ്റ്ററിൽ കുത്തിയിട്ടോ അല്ലെങ്കിൽ പവർ പോയിന്റിലോ കുത്തി നമുക്ക് ഇത് ചാർജ് ചെയ്യാം. അപ്പം ചാർജ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പൊ എന്റെ ഒരു ബാക്കപ്പ് എടുക്കുന്നുണ്ട്. ബാക്കപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഇപ്പൊ ഇത് ഇവിടെ കുത്തിയ ശേഷം നമ്മളിതിന്റെ ചാർജിങ്ങിന്റെ ഇത് നോക്കേണ്ടത് വയർലെസ് ചാർജറാണെന്ന് പറഞ്ഞിട്ടുണ്ട് 5 വോൾട്ടിന്റെ. ഞാൻ ഇവിടെ അടുത്ത് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതായപ്പോ ചാർജ് ആവുന്നുണ്ട്. നല്ല രീതിക്ക് ഇപ്പൊ ചാർജ് കയറുന്നുണ്ട്. അടുത്തുകൊണ്ട് വെച്ചതുള്ളപ്പോഴത്തേക്ക് ഇത് ചാർജ് ആവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ 3 അടിപൊളി ബാൻഡാണ് കിട്ടുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലുള്ള ബാൻഡ് തന്നെയാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുള്ള കളർ നമുക്ക് മാറി യൂസ് ചെയ്യാം. അതിനൊക്കെ നിങ്ങൾക്ക് ഇത് പോരായിട്ട് വേറെ കളർ വേണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് മേടിച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് കളയാം. പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് കണക്ക് നമ്മൾ വാച്ചിരിക്കും. കാണാൻ തന്നെ നല്ല സ്റ്റൈലിഷ് ആയ ഒരു വാച്ചാണ്. ഒരു പവർ ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഓൺ ആവും. എന്ന് പറഞ്ഞ് വാച്ച് ഓൺ ആയിട്ടുണ്ട്. അതിനൊക്കെ ഇതിന്റെ ഈ ഡയൽ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഡയൽ കസ്റ്റം ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഇതിൽ തന്നെ കുറെ ഡയലുണ്ട്. നമുക്കത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇവിടെ കാണാം ഒരേ ഡയലായിട്ട് വരും. അടുത്ത മൗസിന്റെ അടുത്ത അടിപൊളി ഡയലാണിത്. അതിനൊക്കെ അടുത്ത ഡയല് വാച്ചിന്റെ തന്നെ വാച്ചിന്റെ ഡയല്, അതിനൊക്കെ അടുത്ത ഡയല്, അതിനൊക്കെ അടുത്ത ഡയല്, നമ്മൾ ആദ്യ ഡയല്. ഇതിനൊക്കെ ഒരുപാട് ഡയലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതിനൊക്കെ ടച്ചൊക്കെ വെരി ഫാസ്റ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ടച്ചാണ്. നമുക്കിവിടെ ഈ ആപ്പൊക്കെ സെറ്റിംഗ്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ടച്ചിൽ തന്നെ ഇവിടെ കാണാൻ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പൊ അതിൽ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ BP ഓക്സിജൻ ലെവൽ ഇതെല്ലാം നമുക്ക് ഇതിൽ കൂടെ അറിയാൻ പറ്റും. ഹാർട്ട് ബീറ്റ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതില്ലെങ്കിൽ നമ്മൾ മെനു എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടണിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മെനു വന്ന് ഇതിലൊന്ന് കറക്കി കഴിഞ്ഞാൽ മെനുവിന്റെ നമുക്ക് ഇതിൽ മൊത്തത്തിൽ മെനു ഒന്ന് വലുതുമാക്കാം. അതിനൊക്കെ മെനു നമുക്ക് ചെറുതുമാക്കാനും പറ്റും. ഇതിനൊക്കെ മേലോട്ടും താഴോട്ടും ആയി കഴിഞ്ഞാൽ മെനു വലുതും ചെറുതെല്ലാം ആവും. ഇനി അതിനൊക്കെ നമുക്കിത് മെനു മാറണമെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മെനു മാറിപ്പോക്കിയോളൂ. അതിന് മേലെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് മൊബൈൽ എടുക്കാം. മൊബൈൽ എടുത്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ആക്കുക. അതിനായിട്ട് എടുത്ത് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കുന്നുണ്ട്. ഓൺ ആയ ശേഷം നമ്മൾ വാച്ച് കൊടുക്കുക. വാച്ചിലും ഇത് ഓണാണെന്ന് നോക്കുക. നമുക്ക് വാച്ച് ഓണാണെന്ന് നോക്കാം. വാച്ചിൽ ഓണാണ്. അപ്പൊ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം വാച്ച് 9 ആഡിയോ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഓണാക്കുക. അത് ഓണാക്കാൻ പറ്റി ഡൺ അടിച്ച് പെയർ ചെയ്യുക. അപ്പൊ പെയർ ആയിട്ടുണ്ട്. ഇപ്പൊ വാച്ചും മൊബൈലായിട്ട് ഇപ്പം അത് ലിങ്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ഈ യൂസർ മാനുവൽ ബുക്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാച്ചിൽ തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. വാച്ചിൽ തന്നെ ആപ്പിന്റെ ഇതുണ്ട്. ഇവിടെ കാണാം. ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതില് അതായത് ഈ കാണുന്ന QR കോഡ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്റെ മൊബൈലിൽ ഇപ്പൊ ഞാൻ ഇവിടെ ആപ്പ് ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിന്റെ ആപ്പ്. സ്കാൻ ചെയ്താൽ ഈ ആപ്പിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോ നമ്മളെ മൊബൈലും വാച്ചായിട്ട് കണക്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഓപ്പൺ ആക്കി നോക്കാം. അതിനായിട്ട് ഇപ്പം മൊബൈൽ എടുത്തിട്ടുണ്ട്. പ്ലീസ് ഓപ്പൺ യൂട്യൂബ്. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പറയുന്ന സമയത്ത് ഓൾറെഡി യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് നോക്കാം.
പ്ലീസ് ഓപ്പൺ ഫേസ്ബുക്ക്. ഇപ്പൊ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറഞ്ഞു. ഇതാ നേരെ ഫേസ്ബുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് കോൾ ചെയ്ത് നോക്കാം. നമ്മളെ കോളിങ് പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇപ്പൊ ക്ലിക്ക് ചെയ്ത് പ്ലീസ് കോൾ വാട്സാപ്പ് ചേട്ടൻ. ഇപ്പൊ വാട്സാപ്പിൽ ചേട്ടനെന്ന് കോൾ ചെയ്തിട്ടുണ്ട്. ഇതാ ഇപ്പം ഓൾറെഡി ഇപ്പൊ കോൾ വാട്സാപ്പിൽ കോൾ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലിപ്പം കോൾ പോകുന്നുണ്ട്. ഇനി നമുക്കിതിപ്പോ കോൾ അറ്റൻഡ് ചെയ്യണോ ഇല്ല എന്നുള്ള നോക്കാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ ക്ലാരിറ്റി നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ എന്റെ മൈക്കിലോട്ട് വിളിക്കാം. നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇനി ഇങ്ങോട്ട് പറഞ്ഞ കോൾ എങ്ങനെ എടുക്കണം നോക്കാം. മൊബൈലിൽ വരുന്നുണ്ട്. നമുക്ക് മൊബൈലിൽ തന്നെ അറ്റൻഡ് ചെയ്യാം. മൊബൈൽ എടുത്തിട്ടുണ്ട്. ഹലോ, കേൾക്കാൻ പറ്റില്ല എനിക്ക്. ഇപ്പം അതിനൊക്കെ അടിപൊളിയായിട്ട് ഇപ്പൊ വീണ്ടും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇത് കേൾക്കാൻ പറ്റും. നമുക്കിതിപ്പോ വോയിസ് കമാൻഡ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ കെട്ടിയിട്ട് വോയിസ് കമാൻഡ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എന്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കേട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണുക. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ലൈക്കും കൂടെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ കൊണ്ട് ഷെയർ ചെയ്തെടുക്കുക. അപ്പൊ നല്ല ഒരു കാര്യം നമുക്ക് അടുത്ത വീണ്ടും കാണാം.